അപ്പൊ സൂപ്പർ സ്റ്റാർ ഇപ്പോ സ്ത്രീകൾക്ക് ഇപ്പോ സെപ്പറേറ്റ് ബസ് വേണമെന്നാണ് സൂപ്പർ സ്റ്റാർ കണ്ടു പറഞ്ഞത്. അതുപോലെ സ്ത്രീകൾക്ക് പിന്നെ വേറെ ഫ്ലൈറ്റിൽ എങ്ങനെയാണ് സെപ്പറേറ്റ് സീറ്റ് വേണോ? പുരുഷന്മാരുടെ പോലെ വേറെ ഫ്ലൈറ്റ് വേണ്ടി വരും സ്ത്രീകൾ ഫ്ലൈറ്റ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ സുഹൃത്തെ, കാരണം പബ്ലിക് ആയിട്ട് ലോക്കല് സെറ്റപ്പ് വരുന്നത് പ്രൈവറ്റ് ബസ്സിലും KSRTC-യിലുമാണ്. ഫ്ലൈറ്റിൽ നമ്മൾ ഇതുവരെ അങ്ങനെ റിപ്പോർട്ട്സ് കണ്ടിട്ടില്ല. ഫ്ലൈറ്റില് അങ്ങനെ വീഡിയോ അങ്ങനെ പ്രചരിച്ചിട്ടില്ല. റൂൾസ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഫ്ലൈറ്റില് അധികൃതമായിട്ട് മോശമായിട്ടൊരു കാര്യങ്ങള് നടക്കുന്നോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ അതൊന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല, നമ്മളെ മുമ്പിൽ കണ്ടിട്ടില്ല. അപ്പോ നിലവില് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ 1-2 ബുദ്ധിമുട്ടുകൾ പറയും. ഇപ്പോ ഞാൻ ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ ചെറിയ രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഏത് രീതിയിലാണെങ്കിലും എന്റെ ഇമേജ് കോമഡി ആണെങ്കിലും കോമിക്കാണെങ്കിലും മോളത്തിലാണെങ്കിലും ഏത് വഴിയിലാണെങ്കിലും അപ്പോ എന്നെ ഒരാള് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൂപ്പനെ മാറ്റി ആ പെണ്ണ് കയറിയിരുന്നത് ഫോട്ടോ എടുത്തു. എന്റെ ഫോട്ടോ അത് ഓക്കെ. പ്രയാസം വന്നത് മുട്ടിയിരിക്കാൻ തോന്നി. അങ്ങനത്തെയൊക്കെ എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ബസ് യാത്ര അഭിനയിക്കുമ്പോ നമ്മളിപ്പോ ഒരു സീൻ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അഭിനയിക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളിപ്പോ എന്റെ സീക്വൻസ് വെച്ച് പറയും ഞാൻ അങ്ങനെയൊക്കെ സ്ക്രീനിൽ ചെയ്തിട്ടുണ്ടാവും, മിനി സ്ക്രീനില്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇത് നമ്മൾ പബ്ലിക് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ആ പെൺകുട്ടി കാണിച്ചത് ഇപ്പോൾ ഫോട്ടോ എടുക്കുക മാത്രമല്ലേ ഉള്ളൂ. ഫോട്ടോ എടുക്കട്ടെ ആ ഒരു പെൺകുട്ടിയല്ല, പലപ്പോഴും ഈ ബസ്സിൽ ഒരു പെൺകുട്ടിയല്ല. ഞാൻ പറഞ്ഞേ ബസ്സില് 2024 വരെ ഞാൻ സഞ്ചരിച്ചതാണ് സ്ഥിരമായിട്ട്. 25 തുടക്കത്തില് ഒരുപാട് ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ നിർത്തിയതാണ് ബസ് യാത്ര ടൈം കൂടിയപ്പോ. താങ്കൾക്ക് ഇപ്പോ ആ പെൺകുട്ടി കൂടെ മുട്ടിയിരുന്നത് താങ്കൾക്കത് അസ്വസ്ഥതയായിട്ട് ഫീൽ ചെയ്യുന്നു, അതാണ് താങ്കൾ പറഞ്ഞത്. കാരണം നമ്മൾ പരിചയമില്ലാത്തൊരു വ്യക്തി എന്താ പറയാ അടുത്തിരിക്കുന്നതും ചിലപ്പോ ഇങ്ങനെ കിടന്നുറങ്ങിപ്പോ ഇങ്ങനെ തലയിങ്ങനെയൊക്കെ വരും. ആൺകുട്ടികളാണെങ്കിലും ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആൺകുട്ടികളൊന്നും ചെയ്യാറില്ല, പെൺകുട്ടിയെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പെൺകുട്ടിയുടെ തെറ്റുണ്ട്. അപ്പൂപ്പനെ പിടിച്ചു മാറ്റിയിട്ടാണ് ഇവന്റെ അടുത്ത് വരുന്നത്. പിന്നെ ഒരു ദിവസം വേറെ കാര്യം പറയാം, ഇപ്പൊ എപ്പോഴും ഓർമ്മയില്ല. പണ്ടൊരു ദിവസം എനിക്ക് ഭയങ്കര ശാരീരികമായ ഈ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഈ ശാരീരികമായിട്ട് ശരീരത്തിനുള്ളിൽ ഒരു അസ്വസ്ഥത, ശരീരത്തിന്റെ അസ്വസ്ഥത എവിടെ തെറ്റിയിരിക്കുന്നത്. അപ്പൊ പറയുന്ന രീതികൾ അപ്പൊ ശരീരത്തിന്റെ അസ്വസ്ഥത വന്നപ്പോ കക്കുസി പോകാൻ എനിക്ക് തോന്നിയ ഒരു മുഹൂർത്തം. അപ്പോ എനിക്ക് എണീറ്റ് നിന്ന് കഴിഞ്ഞാല് എന്തും സംഭവിച്ചു പോകാം. അപ്പോ അങ്ങനെ സംഭവത്തിൽ പെട്ടെന്ന് എണീക്കാൻ പറഞ്ഞ ഒരാള്, ഞാൻ ഇരുന്നത് എന്റെ പുരുഷന്മാരുടെ സീറ്റിലാണ്, എന്റെ കൂടെ ആരാ പുരുഷൻ ഒരു ലേഡി ഇരുന്നു, എന്റെ കൂടെ വന്നിട്ടിരുന്നു, ഞാൻ പോയിരുന്നല്ല. പക്ഷെ ഈ ബസ്സിലാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേറെ ഉണ്ടെങ്കിലും സ്ത്രീകള് പുരുഷന്മാരുടെ സീറ്റിൽ കയറി ഇരിക്കാറുണ്ട്. കുഴപ്പമില്ല. അതെ, ഞാൻ ഇരിക്കുമ്പോ എന്റെ കൂടെ വന്നിരിക്കുന്നത് ഇപ്പോഴും പല ആൾക്കാരുടെ ഇപ്പൊ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ ജീവിതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നേരെ ഇപ്പൊ ഒരു പുരുഷനാണ് സ്ത്രീയുടെ കൂടെ പോയിരുന്നെങ്കിൽ ബസ്സിൽ തന്നെ പറഞ്ഞ പരിചയമില്ലാത്ത സ്ത്രീകളെ പോയിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചിലപ്പോ പ്രതികരിക്കും, വീഡിയോ എടുക്കും, അല്ലെങ്കിൽ നിൽക്കുമ്പോഴാണെങ്കിലും മനസ്സിലായോ. ഇപ്പൊ ബസ്സിന്റെ ഉള്ളില് പല രീതികളിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. കാരണം തിക്കും തിരക്കിൽ പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടാം. അല്ല സബ്ജക്റ്റിലോട്ട് വരും. അതുകൊണ്ട് അസ്വസ്ഥത വന്നപ്പോ എന്ത് പറ്റി? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് പറഞ്ഞു ഇത് സ്ത്രീകളുടെ സീറ്റാണ് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് പുരുഷന്റെ സീറ്റാണ്, ഇത്രയും ബാക്കിന്റെ ബാക്കാണ് ഇങ്ങനെ സ്ത്രീകളുടെ സീറ്റാണ് എന്ന് പറഞ്ഞു.
കാരണം എനിക്ക് വയ്യാണ്ട് സുഖമില്ലാണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഏത് ബസ്സിലാണ് കയറുന്നത്? പ്രൈവറ്റ് ബസ്സിൽ ഏത് റൂട്ടിലുള്ള ബസ്? പണ്ടാണ് നമുക്കത് മോശം പ്രവണതയാണ്. പ്രതികരിക്കുന്നത്. പണ്ടാണ് ഏറ്റവും കുറേ സ്ത്രീ വന്നിരുന്നത് മോശമാണ്. നമുക്ക് അത് അല്ല, അത് പുനഃപരിശോധന ചെയ്യാൻ പാടില്ല. റൂട്ട് യാത്ര പണ്ടല്ലേ പ്രശ്നമായി. ഏത് റൂട്ടാന്ന് പറയും. ഓർക്കുന്നില്ല, പണ്ടാണ്. ഓർത്തല്ലോ ആ റൂട്ടും കൂടി ഓർത്തല്ലോ. എവിടെ വെച്ച് എവിടെ വെച്ച്? അങ്ങനെ ഓർക്കുന്നില്ല. ബസ്സിന്റെ കള്ളമെന്ന് പറയുന്നത് കള്ളമല്ല, നമ്മളിപ്പോ ഒരു സംഭവ വികാസം എന്നാ പറയുന്നത്. പക്ഷെ ഈ എന്താ പറയാ, നമ്മള് നന്നായാല് മറ്റുള്ളവർക്ക് നന്നാവും. അപ്പൊ അതുപോലെ തന്നെ നീറ്റായാൽ തിരിച്ച് നീറ്റാവും. ഇപ്പൊ ഈ പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും യാത്ര ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇന്നൊരാൾ മരിച്ചുകൊണ്ട് അതേപോലത്തെ ഒരു പരിപാടികൾ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ്. അതിനെന്താ പ്രതിവിധിയുള്ളത്? പ്രതിവിധിയുള്ളത് നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യും. കൺട്രോൾ അല്ല, കുറച്ചുകൂടി വിനയത്തോടുകൂടി ആണുങ്ങൾ പെരുമാറുക. മനസ്സിലാവും. ആണുങ്ങൾ നിൽക്കുമ്പോ നമ്മൾ അത് മറ്റുള്ളവരോട് താങ്കൾക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അവർ കാണിക്കുന്ന പ്രവൃത്തി താങ്കൾക്ക് ശരിയാക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റത്തില്ല. ആണുങ്ങൾക്ക് സെപ്പറേറ്റ് ബസ്, പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ബസ് ആയ പ്രശ്നം തീർന്നില്ല. ഇപ്പൊ ഇവിടെ വേറെ കാര്യം കൂടി പറയാം. ഇത് താങ്കൾക്ക് ഇതിന് മറുപടി പറഞ്ഞു തീർക്കും. ആണുങ്ങൾക്ക് സെപ്പറേറ്റ് ബസ്സും പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ബസ്സും വന്നു കഴിഞ്ഞാല് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുന്നു. എന്ന് പറയുമ്പോൾ ആ ബസ്സിൽ എല്ലാവരും പെണ്ണുങ്ങളായിരിക്കണം, ഡ്രൈവർ പെണ്ണായിരിക്കണം. അതിന്റെ മര്യാദ അങ്ങനെയുണ്ട്. ഫ്ലൈറ്റും അങ്ങനെ തന്നെ, പ്രിയദർശിനി ഫ്ലൈറ്റ്. അങ്ങനെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാം അങ്ങനെ വരാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടി സേഫ്റ്റി. ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്ന സുരക്ഷിതമാകുള്ള ബസ്സിൽ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു ബസ്, സ്ത്രീകൾക്ക് ഒരു മറ്റേ ലക്ഷ്മി എന്ന് പറഞ്ഞ ബസ്, ഉദാഹരണം പറഞ്ഞു, ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ ബസ് വേണമെങ്കിൽ ഉദാഹരണം പറയാം. മറ്റേ പറഞ്ഞു എക്സാമ്പിൾ. അന്നത്തെ എക്സ്പ്രസ് ഉണ്ടാവില്ല, എന്നാലും ആ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ ബസ് ഉണ്ടെങ്കിൽ ആ ബസ്സിൽ കയറാൻ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം കയറുള്ളൂ. പിന്നീട് സ്ത്രീകൾക്ക് മാത്രം ബസ്സിന് ഇഷ്ടമല്ല, സ്ഥലം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സാണെങ്കിൽ കയറും. അതല്ലെന്ന്. ഇപ്പൊ ഒരു ബസ്സിൽ കയറി ഒരു ദുരനുഭവം ഉണ്ടായി, പിന്നെ ആ ബസ്സിൽ കയറും. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറഞ്ഞു. ആ ബസ്സിലെ ആളാച്ചല്ലേ ദുരന്തം. ഡ്രൈവറോ അല്ലെ കണ്ടക്ടറോ ആണോ താങ്കളോ ബുദ്ധിമുട്ടിച്ചത്? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ആളെ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, എപ്പോഴും കാലമല്ലേ. താങ്കളോട് ചോദ്യം വരുന്നത് അതാണ്. ഇപ്പൊ എന്താ ഒരാള് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബസ്സിലെ കണ്ടക്ടറോ അല്ലെങ്കിൽ ഡ്രൈവറോ ആയിരിക്കണം. ഞാൻ ആ ബസ്സിൽ പറയാനുള്ളത്